Hi all, welcome to my YouTube channel. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് അബൌട്ട് പാരന്റിങ്. എന്താണ് പാരന്റിങ്? എന്താണ് പോസിറ്റീവ് പാരന്റിങ്, ജെന്റിൽ പാരന്റിങ് എന്നൊക്കെ പറയുമല്ലോ. പിന്നെ 90s പാരന്റിങ് ഇപ്പോഴത്തെ പാരന്റിങ് തമ്മിലുള്ള വ്യത്യാസം, തല്ലി വളർത്തണോ തല്ലാതെ വളർത്തണോ എന്നൊക്കെ ഉള്ള ഓരോരോ പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കണക്ഷൻ ഫസ്റ്റ്, കറക്ഷൻ സെക്കൻഡ്. കുട്ടികളുമായുള്ള നമ്മുടെ റിലേഷൻ നല്ലൊരു മൊബൈൽ ഫോൺ സിഗ്നൽ പോലാണ്. കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ അവർ നമ്മൾ എന്ത് പറഞ്ഞാലും അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. നമ്മൾ അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. കണക്ഷൻ മോശമാണെങ്കിലോ നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് മനസ്സിലാക്കില്ല, അവർ നമ്മെ ശ്രദ്ധിക്കില്ല. സോ എന്തെങ്കിലും പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരുമായി നല്ലൊരു സ്നേഹബന്ധം ഉറപ്പാക്കാം. എല്ലാ ദിവസവും അവരുമായിട്ട് മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അമ്മ മാത്രമല്ല, അപ്പനും രണ്ടുപേരും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനും അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് കളിക്കാനും പഠിപ്പിക്കാനും സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. അവരെ ചേർത്ത് പിടിച്ച് പൂർണ്ണമായിട്ടും അവരിൽ ശ്രദ്ധ കൊടുക്കുക. ഇത് അവരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കും. Behavior is a clue, not a whole story. Look beyond their actions. See the feelings that fuel them. കുട്ടികളുടെ ഓരോ ആക്ഷൻസും ഓരോ കോൺവെർസേഷന്റെ രൂപമാണ്. ഫോർ എക്സാമ്പിൾ, കരച്ചിൽ, സൈലൻസ്, അവരുടെ ദേഷ്യം അല്ലെങ്കിൽ വാശി. അവരുടെ ഫീലിങ്സ് എങ്ങനെ വാക്കുകളിലൂടെ പറയാനോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നോ അറിയാതെ വരുമ്പോഴാണ് അവരുടെ ശരീരം അവർക്കായി സംസാരിക്കുന്നത്. അവൻ അല്ലെങ്കിൽ അവൾ വാശിക്കാരനാണ്, ദേഷ്യക്കാരനാണ് എന്ന് മുദ്ര കുത്താതെ അവരുടെ ആ സ്വഭാവത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോ നമുക്ക് അവരോട് ഉറക്കം വരുന്നുണ്ടോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങാം. അവരുടെ വാശിക്ക് പിന്നിലെ കാരണം ചിലപ്പം ഉറക്കമാവാം, ചിലപ്പം വിശന്നിട്ടാവാം, ചിലപ്പം വല്ല പേടിയോ ആകാം. ചെറിയ ചെറിയ ചോദ്യങ്ങളാൽ നമുക്കത് മനസ്സിലാക്കാം. അവർ കാംനെസ് ഈസ് ദ ടീച്ചിങ് മൊമെന്റ്. കുട്ടികൾക്ക് ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് സാധാരണമാണ്. സോ ആ ദേഷ്യം കാരണം അടിക്കുന്നതോ സാധനങ്ങൾ നശിപ്പിക്കുന്നതോ ശരിയല്ല. ആദ്യം അവരുടെ ഫീലിങ്സ് അംഗീകരിക്കുക, പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുക. ഫീലിങ്സ് ആർ ഓൾവേസ് വാലിഡ്, ബട്ട് ആക്ഷൻസ് ആർ നോട്ട്. കുട്ടികൾ വിഷമിച്ചിരിക്കുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കാൻ അവർ നമ്മളെയാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ സ്ക്രീം ചെയ്താൽ അവരും അലറാൻ പഠിക്കും. നമ്മളത് സൗമ്യമായും ശാന്തമായിട്ട് നേരിട്ടാൽ അവരും അതനുസരിച്ച് ബിഹേവ് ചെയ്യും. അവരുടെ വലിയ ദേഷ്യത്തിൽ നമ്മൾ ശാന്തമായിരിക്കുന്നത് അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ അവരെ പഠിപ്പിക്കും. ബൗണ്ടറീസ് ആർ ദ വാൾസ് ഓഫ് എ സേഫ് ഹോം. ബൗണ്ടറീസ് വയ്ക്കുന്നത് ശിക്ഷയല്ല, സ്നേഹമാണ്. വീട്ടിലെ റൂൾസ് അല്ലെങ്കിൽ ബൗണ്ടറീസ് കുട്ടികളെ ശിക്ഷിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ളതല്ല. കൃത്യമായ ബൗണ്ടറീസ് ഉണ്ടെങ്കിലേ അവർ സേഫ് ആണെന്ന് അവർക്ക് തോന്നുകയുള്ളൂ. എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യരുതാത്തതെന്നും അറിയാമെങ്കിലേ അവർക്ക് കോൺഫിഡൻസ് കൂടുകയുള്ളൂ. റൂൾസ് കുറച്ച് മതി, പക്ഷെ അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തിനാണ് ആ റൂൾസ് എന്ന് വിശദീകരിക്കാം. ഇപ്പൊ നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കരുതെന്ന്, അത് എന്തിനാണെന്ന്, അത് ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു കൊടുക്കാം. പ്ലേ ഈസ് ഹൗ കിഡ്സ് പ്രോസസ് ആൻഡ് ലേൺ. വലിയവർക്ക് ജോബ് ഉള്ളതുപോലാണ് കുട്ടികൾക്ക് കളി. കളി വെറും നേരം പോക്കല്ല. കളിക്കുമ്പോഴാണ് അവരവരുടെ സങ്കടങ്ങൾ, പേടി, ദേഷ്യം അങ്ങനത്തെ വികാരങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്നത്. സോഷ്യൽ സ്കിൽസ് പഠിക്കുന്നതും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതും എല്ലാം കളിയിലൂടെയാണ്. നമ്മളുടെ ഫുൾ അറ്റൻഷൻ കൊടുത്ത് അവരോടൊപ്പം കളിക്കുക. കളി സൂപ്പർവൈസ് ചെയ്യാതെ കളിയുടെ ഭാഗമാവുക. അവർക്ക് കളിയുടെ കൺട്രോൾ കൊടുക്കുക. ഇത് അവരുടെ ലോകത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് തരും. സ്റ്റോപ്പ് എയിമിംഗ് ഫോർ പെർഫെക്ഷൻസ്. മിസ്റ്റേക്സ് ആർ നോർമൽ. പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കരുത്. തെറ്റുപറ്റുന്നത് സാധാരണമാണ്. സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പോലെ ഒരു പേരന്റിങ് ഒന്നുമില്ല. നമ്മളും മനുഷ്യരാണ്, നമ്മൾക്കും ദേഷ്യം വരും,
തെറ്റുപറ്റും, അതൊക്കെ സാധാരണമാണ്. നമുക്ക് തെറ്റുപറ്റിയാൽ, ഫോർ എക്സാമ്പിൾ അറിയാതെ ദേഷ്യം വന്നാൽ, അലറിപ്പോയാൽ ഒക്കെ നമുക്കും അവരോട് അത് തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിക്കാം. അമ്മ ദേഷ്യപ്പെട്ടതിന് സോറി എന്നൊക്കെ ഒന്ന് പറയാം. ഇത് ക്ഷമ ചോദിക്കാനും തെറ്റുകൾ തിരുത്താനും കുട്ടിയെ പഠിപ്പിക്കും. കോൺസിക്വൻസസ് ഷുഡ് റിലേറ്റ് ടു ദ ആക്ഷൻസ്. അടിക്കുന്നതോ അനാവശ്യമായി ദേഷ്യപ്പെടുന്നതോ പോലുള്ള പണിഷ്മെന്റ് കുട്ടിയെ ഭയപ്പെടുത്തത്തേ ഉള്ളൂ. സോ അവരെ ചിന്തിക്കാൻ സഹായിക്കുന്ന ലോജിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് നൽകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടോയ്സ് കളിച്ചിട്ട് നിലത്തിട്ടിട്ട് പോയാൽ അതിന് പണിഷ്മെന്റ് ആയിട്ട് മൊബൈൽ തരത്തില്ല അല്ലെങ്കിൽ TV വെച്ച് തരത്തില്ല എന്ന് പറയുന്നതിന് പകരം അത് എടുത്തു വെച്ചിട്ട് ബാക്കി വേറെ എന്തും ചെയ്താൽ മതി എന്ന് പറയുക. ഇത് ഉത്തരവാദിത്തം പഠിപ്പിക്കും. ഡോണ്ട് റെസ്ട്രിക്ട് ദം ഫ്രം ദർ ആക്ടിവിറ്റീസ്. കുട്ടികളോട് അത് ചെയ്യരുത്, അത് കാണിക്കരുത്, ഓടരുത്, ചാടരുത്, ജനലിൽ കയറരുത്, അടങ്ങിയിരിക്കണം എന്നൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾ വിചാരിക്കും ഞാൻ എന്ത് ചെയ്താലും അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ കുട്ടികൾ ഒന്നും ചെയ്യാത്ത രീതിയിലോട്ട് മാറും. അതിന് പകരം നീ ചെയ്തോ, സൂക്ഷിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിൽ കണ്ട് കാര്യങ്ങൾ ചെയ്യും. അത് കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടും. ഡോണ്ട് ടെൽ എനിത്തിങ് നെഗറ്റീവ് അബൌട്ട് കിഡ്സ് ടു പബ്ലിക്. കഴിക്കില്ല, പഠിക്കില്ല എന്ന് പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും കുട്ടികളെ മുമ്പിൽ വെച്ച് പറയുന്നവരുണ്ട്. ആവർത്തിച്ച് എന്തു പറഞ്ഞാലും അവരുടെ മനസ്സിൽ അത് ചിന്തകളായി മാറും. ആ ചിന്തകൾ വിശ്വാസമായി മാറും. സോ ഡോണ്ട് ഇൻസൾട്ട് ദം ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. പഠിക്കുന്നില്ലെങ്കിൽ പോലും അവർ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് പറയണം. പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ കുട്ടികൾക്ക് അവരുടെ ഉള്ളിൽ ആ വിശ്വാസം ദൃഢമായി മാറും. പബ്ലിക്കിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. പബ്ലിക്കിന് മുമ്പിൽ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. ആവർത്തിച്ച് നമ്മൾ പറയുന്ന ഓരോ വാക്കും കുട്ടികളുടെ ഭാവിയായും ഐഡന്റിറ്റിയായും ജീവിതമായും മാറും. അതുകൊണ്ട് എന്ത് പറയുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ആരുടെ മുമ്പിൽ വെച്ച് എന്ത് പറയുന്നു എന്നത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു പേരൻ്റ് ആയിട്ടിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.